ഭീകരർ കൂട്ടക്കൊല നടത്തിയ ദിവസം പഹൽഗാമിലുണ്ടായിരുന്ന അധ്യാപകനായ ടി.വി.എ. ജലീൽ ഭാഗ്യം കൊണ്ട് മാത്രം ആ തോക്കിൻ മുനയിൽ എത്തിപ്പെടാതെ രക്ഷപ്പെട്ട അനുഭവം വിവരിക്കുന്നത് ഇങ്ങനെ: ചിലപ്പോഴെങ്കിലും നമ്മുടെ തീരുമാനങ്ങൾ ശരിയായി വരാറില്ലേ? അത്തരമൊരു തീരുമാനം കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വെച്ച് ഞങ്ങളും എടുത്തു. ഞാനും കുടുംബവും സുഹൃത്ത് ലത്തീഫും കുടുംബവും അടങ്ങുന്നതാണ് ടീം. ഞങ്ങൾക്കറിയില്ലായിരുന്നു മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നൂൽപാലത്തിലായിരുന്നു അന്ന് ഞങ്ങളെന്ന്. സംഭവ ദിവസം ഉച്ചയ്ക്ക് 1:30 പഹൽഗാമിലെത്തിയ ഞങ്ങളെ കുതിരസവാരിക്കായി ക്ഷണിച്ചു. മനോഹരമായ ബൈസൺ വാലിയിലെത്തണമെങ്കിൽ കുതിരസവാരി ചെയ്യണം. ഒരാൾക്ക് 1200 രൂപ. അല്ല എങ്കിൽ അവിടെയുള്ള സ്പെഷ്യൽ വാഹനത്തിൽ കുറച്ചകലെ ചന്ദൻ വാലിയിലെത്താം. തലേ ദിവസം ഫൂൽപത്രിയിൽ കുതിരസവാരി നടത്തിയതിനാലും കുറച്ച് പണം അധികമായി തോന്നിയതിനാലും ഞങ്ങൾ ചന്ദൻ വാലിയിലേക്ക് വച്ചു പിടിക്കാൻ തീരുമാനിച്ചു. മറിച്ചായിരുന്നു തീരുമാനമെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളോടൊപ്പം വന്ന മറ്റു സഞ്ചാരികൾ കുതിരസമേതം കുതിരപ്പുറത്ത് ചുരം കയറുന്നത് കൗതുകത്തോടെ നോക്കി നിന്നത് നന്നായി ഓർക്കുന്നു. ചന്ദൻ വാലിയിലെ മഞ്ഞുമലയിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആളുകൾ പെട്ടെന്ന് പിൻവാങ്ങുന്നതായും ഞങ്ങൾ ഒറ്റപ്പെടുന്നതായും അനുഭവപ്പെട്ടു. എന്തോ പന്തികേടുണ്ടെന്ന് തോന്നി. ഞങ്ങൾ താഴേക്ക് വന്നപ്പോഴേക്കും വഴിക്കച്ചവടക്കാരെല്ലാം പൂട്ടിക്കെട്ടി സ്ഥലം വിട്ടിരുന്നു. എനിക്ക് ഷൂ തന്നയാൾ പണം പോലും വാങ്ങാതെ സ്ഥലം വിട്ടപ്പോഴാണ് സംഗതി കുറച്ച് ഗൗരവമുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞത്. അവിടെ സെക്യൂരിറ്റിക്കാർ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നത് ഞങ്ങളെ തെല്ലൊന്ന് ഭയപ്പെടുത്തി. ഇവിടം മാത്രമല്ല, കാശ്മീരിലെ മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് സെക്യൂരിറ്റിക്കാർ ഇല്ലാത്തത് എന്താണെന്ന ചർച്ചയുമായി ഞങ്ങൾ വണ്ടി കയറി. റോഡിൽ അങ്ങിങ്ങായി അസാധാരണ ആൾക്കൂട്ടം. പട്ടാളം ഞങ്ങളെ വഴിയിൽ പിടിച്ചിട്ടു. മിലിറ്ററി വണ്ടികൾ തുരുതുര ഞങ്ങൾക്ക് മുന്നിലൂടെ കടന്നു പോകുന്നു. അതിലൊന്നിൽ നിന്നും ഒരു പട്ടാളക്കാരൻ സൈഡ് പോരെന്ന് പറഞ്ഞ് കയ്യിലുള്ള ലാത്തി കൊണ്ട് ഞങ്ങളുടെ വണ്ടിയിൽ ആഞ്ഞടിച്ചു. പേടിച്ച ഡ്രൈവർ വണ്ടി ഒന്നുകൂടെ അടുപ്പിച്ചു. ചുറ്റും ആംബുലൻസിൻ്റെ ശബ്ദം. അതിനിടയിൽ ഏതാനും ഹെലികോപ്റ്ററുകൾ ഞങ്ങളുടെ തലയ്ക്ക് തൊട്ടുമുകളിലൂടെ പറന്ന് പുറകിലെ കാട്ടിൽ മറഞ്ഞു. ഉടൻ തന്നെ തിരികെ വന്ന് ഞങ്ങൾ വന്ന വണ്ടി പാർക്ക് ചെയ്തിരുന്ന ഗ്രൗണ്ടിൽ പറന്നിറങ്ങി. ചെറിയ ഒരു ബിൽഡിംഗ് നടുക്കുള്ളതിനാൽ കാഷ്വാലിറ്റി നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. 4 ഭാഗത്തേക്കും തോക്കു ചൂണ്ടി പാഞ്ഞെടുക്കുന്ന പട്ടാള വണ്ടികൾ ഞങ്ങളിൽ ഭീതി പടർത്തി. ഉൾഭയമുള്ളതിനാൽ ചുറ്റും നടക്കുന്നതൊന്നും പകർത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ പാർക്ക് ചെയ്ത വണ്ടിക്കരികിലെത്തിയപ്പോൾ ഡ്രൈവർ ഭയചകിതനായി ഞങ്ങളെയും കാത്തിരിക്കുന്നു. അയാളുടെ സ്വരങ്ങൾക്ക് നല്ല വിറയൽ. ഞങ്ങൾക്ക് മുന്നിൽ കുതിരപ്പുറത്ത് ചുരം കയറിയവരെ ഭീകരർ വെടിവെച്ച് കൊന്നു അത്രേ. ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഇനോവയിൽ വന്നിരുന്നവരിൽ 2 പേർ മരിച്ചു. കൂടുതൽ കേൾക്കാൻ കരുത്തുണ്ടായില്ല. ഞങ്ങൾക്ക് പരസ്പരം ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. ഉടൻ തന്നെ അവിടെ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള ശ്രീനഗറിലെ റൂമിലേക്ക് തിരിച്ചു. എത്രയും പെട്ടെന്ന് നാട് പിടിക്കണം. ജമ്മുവിലേക്ക് ഒരു ടാക്സിക്കാരനെ തപ്പി. 2 ദിവസം മുമ്പ് മലയിടിഞ്ഞത് കാരണം റോഡ് അടച്ചിട്ടിരിക്കുകയാണ്. മുഗൾ റോഡ് വഴി 6 മണിക്കൂറിന് പകരം 14 മണിക്കൂർ എടുക്കുന്ന ചെങ്കുത്തായ മറ്റൊരു റൂട്ടുണ്ടെന്നറിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം അതിരാവിലെ 5 മണിക്ക് പുറപ്പെട്ടു. ഏതാനും മണിക്കൂർ യാത്ര ചെയ്യുമ്പോഴേക്കും പട്ടാളക്കാർ വഴിയിൽ പിടിച്ചിട്ടു. ജമ്മുവിൽ ബന്ദാണത്രേ. തിരിച്ചു പോകുന്ന ടൂറിസ്റ്റുകളെ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോൾ കുറച്ച് ഗ്രൂപ്പുകളായി ഞങ്ങളെ ചുരമിറങ്ങാൻ അനുവദിച്ചു. ചെങ്കുത്തായ മലയിടുക്കുകളിലൂടെ റോഡിലെ മഞ്ഞ് പാറകളെ വകഞ്ഞു മാറ്റി ദുർഘട യാത്ര തുടർന്നു. വഴിയിലെ മനോഹര കാഴ്ചകളൊന്നും തന്നെ ഞങ്ങൾക്ക് ആകർഷകമായി തോന്നിയില്ല. ഒടുവിൽ രാത്രി 8 മണിയോടെ സുരക്ഷിതരായി ജമ്മുവിലെത്തി. ഇനി പഞ്ചാബ് വഴി നാട്ടിലേക്ക്. യാത്രക്കിടെ ഡ്രൈവർ വളരെ സങ്കടത്തോട് ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു: കാശ്മീർ ഖതം ഹോഗയ. അതെ, ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെ സ്ഥിതി ഇനി ദയനീയം തന്നെ. വിനോദസഞ്ചാരികളെ മാത്രം ആശ്രയിച്ചു ജീവിതമാർഗം കണ്ടെത്തുന്നവരാണിവർ. കുതിരക്കാർ, ടാക്സിക്കാർ, വഴിവാണിഭക്കാർ, തോണിക്കാർ, ഫോട്ടോ പിടുത്തക്കാർ, ഷൂ വിൽപ്പനക്കാർ, കാശ്മീരി ഡ്രസ്സ് വാടകയ്ക്ക് നൽകുന്നവർ, ലോഡ്ജ് നടത്തിപ്പുകാർ എന്നിങ്ങനെ ആ പട്ടിക നീളുന്നു. ഇവർ ജീവിതത്തിൻ്റെ 2 അറ്റം മുട്ടിക്കാൻ ഇനി ശരിക്കും പാടുപെടേണ്ടി വരും. ഇവിടം അശാന്തിയുടെ വിത്ത് വിതറിയ മനുഷ്യമൃഗങ്ങളുടെ ആക്രമണത്തിനിരയായി ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ ഞങ്ങളോടൊപ്പം സഹയാത്ര ചെയ്തിരുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വേർപാടിൽ ഞങ്ങളും ഈ രാജ്യവും അതിയായി വേദനിക്കുന്നു. നിങ്ങളോട് ചെയ്ത കൊടുംപാതകത്തിന് രാജ്യം ഒറ്റക്കെട്ടായി മറുപടി നൽകുക തന്നെ ചെയ്യും. മനോഹരമായ ഈ താഴ്വാരത്തിലെ സ്വൈരജീവിതവും സ്വസ്ഥതയും തിരിച്ചു കൊണ്ടുവരാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. അതിനുള്ള കരുതലും ജാഗ്രതയും നമുക്ക് ഉണ്ടായേ തീരൂ. ടി.വി.എ. ജലീൽ GVHSS മടപ്പള്ളിയിലെ അധ്യാപകനായാണ് ജോലി ചെയ്യുന്നത്.